കഴിഞ്ഞ ഏതാനും നാളുകളായി നമ്മുടെ രാജ്യം അതീവ സംഘർഷഭരിതമായ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന നമ്മുടെ സൈനിക നടപടി തുടങ്ങിയ മണിക്കൂറുകളിൽ തന്നെ എന്നോട് പലരും ചോദിക്കുകയുണ്ടായി. അതായത് ചോദിച്ചെന്ന് പറഞ്ഞാൽ മെയിലിലൂടെയും മറ്റും ചോദിക്കുകയുണ്ടായി, ഈ ഒരു സംഘർഷം ഒരു മൂന്നാം ലോകമായുധമായി മാറുമോ എന്നുള്ളതായിരുന്നു ഈ ചോദ്യം ചോദിച്ചവരുടെയൊക്കെ ആശങ്ക. അങ്ങനെ ഒരു സാധ്യത ഇല്ല എന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പായിരുന്നിട്ടും ഞാൻ ആർക്കും മറുപടി കൊടുത്തില്ല. മറുപടി കൊടുക്കാൻ പറ്റുന്നില്ല. ഇനി ഈ കിറുക്ക് പിടിച്ച ചൈന വല്ലോ വേണ്ടാത്ത ആയുധങ്ങളും കൊണ്ട് പാകിസ്ഥാന് കൊടുത്ത് അത് ഉപയോഗിച്ച് നമ്മളെ അവർ അറ്റാക്ക് ചെയ്യുമോ, അങ്ങനെയൊക്കെയുള്ള ആശങ്ക എൻ്റെ മനസ്സിൻ്റെ കോണിൽ എവിടെയും ഉണ്ടായിരുന്നു. അതെന്ത് തന്നെയായാലും ആധുനിക ലോകത്തിൻ്റെ ചരിത്രം അറിയാവുന്ന, ആധുനിക ലോകത്തിൻ്റെ ചരിത്രം പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും നിസ്സംശയം പറയാൻ സാധിക്കും, ഇനിയൊരു ലോകമായതിനുള്ള സാധ്യത തികച്ചും വിരളമാണ്, അല്ലെങ്കിൽ ഇല്ല എന്ന കാര്യം ഉറപ്പാണ്. അതായത് നമ്മൾ ഈ ജീവിക്കുന്ന നൂറ്റാണ്ട് 21-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ 2 പതിറ്റാണ്ടുകൾ പരിശോധിച്ചാൽ പോലും നമുക്ക് കാണാൻ സാധിക്കും, 60-കളിലോ 70-കളിലോ ആണെങ്കിൽ ഒരു ലോകമഹായുദ്ധമായി പരിണമിക്കാൻ സാധ്യതയുള്ളതിനേക്കാൾ രൂക്ഷമായ ഒരുപാട് സംഘർഷങ്ങൾക്ക് നമ്മൾ ഈ ജീവിക്കുന്ന 21-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ 2 പതിറ്റാണ്ടുകൾ സാക്ഷിയായിട്ടുണ്ട്, അല്ലെ സാക്ഷിയായിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അതായത് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം യുക്രൈൻ വാർ തന്നെയാണ്. അതായത് ഒരു വശത്ത് ന്യൂക്ലിയർ സൂപ്പർ പവർ, അല്ലെ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സൈനിക ശക്തി എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന റഷ്യ, മറുവശത്ത് നേറ്റോ സഖ്യത്തിൻ്റെ പിന്തുണയോടുകൂടി യുക്രൈൻ. ഈ സംഭവം നടക്കുന്നത് 1970-കളിലോ 80-കളിലോ ആണെങ്കിൽ ഒരു മൂന്നാം ലോകമായുധം, അതായത് രണ്ടാം ലോകമായുധത്തെക്കാൾ 100 മടങ്ങോ 1000 മടങ്ങോ ഭീകരമായ ഒരു യുദ്ധമായി പരിണമിക്കാനുള്ള എല്ലാ പൊട്ടൻഷ്യലും ഈ ഒരു സംഘർഷത്തിനുണ്ട്. പക്ഷേ കാര്യങ്ങളെ കുറച്ചുകൂടെ സൂക്ഷ്മമായിട്ട് വെറുതെ അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, നമ്മളീ പറഞ്ഞ റഷ്യ ഉക്രൈൻ വാറിനേക്കാളും അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്ന പല സംഘർഷങ്ങളെക്കാളും ഒക്കെ ഒരു മൂന്നാം ലോകമായുദ്ധത്തിലേക്ക് പരിണമിക്കാനുള്ള പൊട്ടൻഷ്യൽ ഈ ഇൻഡോ പാക് സംഘർഷത്തിന് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് സത്യം. ഏതായാലും കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകാതെ ഇത്രയും പ്രിസൈസ് ആയിട്ട് ഇത്രയും കൃത്യതയോടുകൂടി അവസാനിപ്പിക്കാൻ സാധിച്ചത് ഇന്ത്യയുടെ, നമ്മുടെ രാജ്യത്തിൻ്റെ സൈനിക ശേഷിയുടെ, സ്ട്രാറ്റജിക് പവറിൻ്റെ ശക്തിയാണെന്നുള്ള കാര്യം നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിലും ചെറിയ തോതിൽ തുടങ്ങിയ വളരെ നിസ്സാരമെന്ന് നമ്മൾ കരുതുന്ന പല കാരണങ്ങളെ ചൊല്ലി തുടങ്ങിയ സംഘർഷങ്ങൾ പലതും കാട്ടുതീ പോലെ ആളിപ്പിടിച്ച് വലിയ മഹായുദ്ധങ്ങളായി മാറിയ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ലോക ചരിത്രത്തിലുടനീളം കാണാൻ സാധിക്കും. 1-ാം ലോകമഹായുദ്ധത്തിൻ്റെയും അതുപോലെ 2-ാം ലോകമഹായുദ്ധത്തിൻ്റെയും കാരണങ്ങൾ പലതാണെന്ന് പറഞ്ഞാലും അവയൊക്കെ ട്രിഗർ ചെയ്ത ആ സംഭവങ്ങൾ വളരെ നിസ്സാരമെന്നോ അല്ലെങ്കിൽ ഒരു ലോകയുദ്ധമായി ഒന്നും മാറാൻ സാധ്യതയില്ലാത്തതുമായിട്ടുള്ള പല കാരണങ്ങളുമാണ്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. നമുക്ക് ചരിത്രം പഠിച്ചിട്ടുള്ള, സ്കൂൾ തലത്തിൽ ചരിത്രം പഠിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ് ഇത്തരത്തിലുള്ള കാരണങ്ങളൊക്കെ. അപ്പോൾ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഞാനിവിടെ പറയാൻ പോകുന്നത് 2-ാം ലോകമഹായുദ്ധം എന്ന സംഘർഷം അവസാനിച്ചതിന് ശേഷം ഈ ലോകത്ത് അതുവരെ നിലനിന്ന എല്ലാ ജിയോ പൊളിറ്റിക്കൽ ഇക്വേഷൻസും മാറി മറിഞ്ഞു. ലോകത്തിൻ്റെ നെറുകയിലേക്ക് അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഒക്കെ ലോകത്തിലെ ഏറ്റവും വലിയ സുപ്രീം സൂപ്പർ പവേഴ്സായിട്ട് എമേർജ് ചെയ്യപ്പെട്ടു. അതിനുശേഷം ഏതാണ്ട് 4 പതിറ്റാണ്ടുകളോളം ഈ 2 സൈനിക ശക്തിയിൽ തമ്മിലുള്ള മത്സരത്തിനാണ് ഈ ലോകം സാക്ഷ്യം വഹിച്ചത്. അവർ ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും, ഏഷ്യയിലും ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും പല സാഹചര്യങ്ങളും ക്രിയേറ്റ് ചെയ്ത് പല രാജ്യങ്ങളെ തമ്മിലടുപ്പിച്ച്, അല്ലെങ്കിൽ പല രാജ്യങ്ങളിലെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ട് അവിടെ ആഭ്യന്തര കലാപങ്ങളും യുദ്ധങ്ങളും ഉണ്ടാക്കി ആത്യന്തികമായി അവരുടെ സൈനിക ശക്തി പരസ്പരം പരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. ഇത്തരം സംഘർഷങ്ങളെയും സംഘടനകളെയും എല്ലാം നമ്മൾ കോൾഡ് വാർ എന്ന ആ മത്സരത്തിൻ്റെ, ആ കിടമത്സരത്തിൻ്റെ അക്കൗണ്ടിൽപ്പെടുത്തിയാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ അമേരിക്കയും സോവിയറ്റ് യൂണിയനും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നടത്തിയ പല സംഘർഷങ്ങളും അവരുടെ തന്നെ കൈവിട്ട് പലപ്പോഴും ഒരു വേൾഡ് വാർ ലെവലിലേക്ക്, അല്ലെങ്കിൽ 3-ാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെടാനുള്ള എല്ലാ സാഹചര്യത്തിലേക്കും എത്തിപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള സംഭവമാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ സംഭവം നടന്നത് യൂറോപ്പിലോ അമേരിക്കയിലോ ഒന്നുമല്ല, അങ്ങ് കൊറിയയിലാണ്, കൊറിയൻ ഉപദ്വീപിൽ. ഇപ്പോൾ ഈ കൊറിയൻ ഉപദ്വീപ് എന്ന് ഞാൻ എടുത്തു പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ചൈനയ്ക്കും ജപ്പാനും ഇടയിൽ ചൈനയുടെ ഒരു വാല് പോലെ കടലിലേക്ക് നീണ്ടു കിടക്കുന്ന ഒരു സംഭവമാണ് ഈ കൊറിയൻ ഉപദ്വീപ്. ഇവിടെയാണ് നോർത്ത് കൊറിയയും സൗത്ത് കൊറിയയൊക്കെ ഉള്ളത്. അപ്പോൾ ഏതാണ്ട് ഈ ലോകമഹായുദ്ധങ്ങളൊക്കെ തുടങ്ങുന്ന 1-ാം ലോകമഹായുദ്ധം തുടക്കം വരെയൊക്കെ ഈ കൊറിയൻ ഉപദ്വീപ് ജപ്പാൻ്റെ അധീനതയിലായിരുന്നു. 1-ാം ലോകമഹായുദ്ധം കഴിയുന്നു. അതിനുശേഷം 2-ാം ലോകമഹായുദ്ധം ഉണ്ടാകുന്നു. 2-ാം ലോകമഹായുദ്ധത്തിൽ ജപ്പാൻ അമ്പെ പരാജയപ്പെടുന്നു, വളരെയധികം നാശനഷ്ടങ്ങൾക്ക് വിധേയമാകുന്നു. തുടർന്ന് ഈ കൊറിയൻ ഉപദ്വീപിന് എന്ത് സംഭവിക്കുന്നു, ഒരു പുതിയ പ്രദേശമായി മാറുന്നു. അതായത് കൊറിയ സ്വതന്ത്രമാകുകയാണ്. സ്വതന്ത്രമായെന്ന് പറഞ്ഞാൽ ഇന്ത്യ സ്വതന്ത്രമായതുപോലെ എന്നൊന്നും നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ജപ്പാന്റെ പിടിയിൽ നിന്നും പോയി ആരുടെയും പ്രത്യേകിച്ച് ഒരു ഭരണമില്ലാത്തൊരു പ്രദേശം എന്ന് കരുതിയാൽ മതി. അപ്പോൾ ഈ പുതിയ പ്രദേശം അമേരിക്കയും സോവിയറ്റ് യൂണിയനും കൂടെ വീതം വെച്ചെടുക്കുകയാണ്. അതായത് ഇവർ ഏതാണ്ട് കൊറിയൻ ഉപദ്വീപിൻ്റെ മധ്യത്തിലൂടെ ഒരു ലൈൻ വരച്ചു. അതാണ് 38 പാരലൽ എന്നാണ് ആ രേഖ അറിയപ്പെടുന്നത്. ഈ 38 പാരലൽ ലൈനിൻ്റെ
തെക്ക് ഭാഗം സൗത്ത് കൊറിയ എന്നും വടക്ക് ഭാഗം നോർത്ത് കൊറിയ എന്നും അറിയപ്പെടും. അപ്പോൾ ഈ വടക്ക് ഭാഗം ചൈനയോട് ചേർന്ന് കിടക്കുന്ന ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റഷ്യക്കാരുടെ കയ്യിലും, കടലിൽ കിടക്കുന്ന ഭാഗം അമേരിക്കയുടെ കയ്യിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐക്യരാഷ്ട്രസഭ യുഎന്റെ സപ്പോർട്ടോടു കൂടിയുള്ള ഒരു ഭരണം സിസ്റ്റമാണ് അവിടെ ഉണ്ടായിരുന്നത്. അമേരിക്കയാണ് ഭരിക്കുന്നത് വെച്ചോളൂ. നോർത്തിലാകട്ടെ കിം ഇൽ സാങ് എന്ന് പറയുന്ന ഒരു നിഷ്ഠുരനായ ഭരണാധികാരി, ഒരു സ്വേച്ഛാധിപതി, എല്ലാ അർത്ഥത്തിലും ഒരു സ്വേച്ഛാധിപതി എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു മനുഷ്യൻ ഭരണം ഏൽക്കുക എന്നല്ല, അങ്ങനെ സോവിയറ്റ് യൂണിയൻ ഭരണം ഏൽപ്പിക്കുകയാണ്. അപ്പം കിം ഇൽ സാങ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ നോർത്ത് കൊറിയൻ ഭരണാധികാരി കിം ജോങ്ങിൻ്റെ അപ്പൂപ്പനായിട്ട് വരും ഈ പുള്ളി. അപ്പോൾ ഇങ്ങനെ കിം ഇൽ സാങ് ഭരണമൊക്കെ തുടങ്ങി 1950 ആയപ്പോഴത്തേന് പുള്ളിക്ക് തോന്നി താൻ വളരെ ശക്തനായ ഒരു ഭരണാധികാരിയാണ്. അപ്പം പുള്ളി സുപ്രീം ലീഡർ എന്നൊക്കെയാണ് സ്വയം വിശേഷിപ്പിക്കുന്നത്. അതായത് നമ്മൾ ഈ നോർത്ത് കൊറിയയുടെ ചരിത്രമൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ അതിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് കഴിഞ്ഞാൽ ഈ കിം ഇൽ സാങ് സ്വയം യുദ്ധം നടത്തി ജപ്പാൻ്റെ കയ്യിൽ നിന്ന് ഈ കൊറിയ സ്വതന്ത്രമാക്കി എന്നുള്ള രീതിയിലൊക്കെയാണ് അവരുടെ ചരിത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സുപ്രീം ലീഡറായിട്ടുള്ള കിം ഇൽ സാങ് താൻ വളരെ മനോഹരമായിട്ട് വളരെ അടിപൊളിയായിട്ടുള്ള ഭരണമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും മനോഹരമായ ഈ ഭരണം സൗത്ത് കൊറിയയിലുള്ള ആൾക്കാർ കൂടെ അനുഭവവേദ്യമാക്കണം എന്നൊരു ചിന്തയിൽ അദ്ദേഹം സൗത്ത് കൊറിയനെ പിടിച്ചെടുത്ത് കൊറിയയെ ഏകീകരിക്കാൻ അങ്ങ് തീരുമാനിച്ചു. അപ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ പിന്തുണ അയാൾക്ക് ഓൾറെഡി ഉണ്ട്. പുള്ളി സോവിയറ്റ് പൗരനാണെന്നൊക്കെയാണ് സോവിയറ്റ് യൂണിയൻ ആ കാലത്ത് കണക്കാക്കിയിരുന്നത്. ഇങ്ങനെയുള്ള കിം ഇൽ സാങ് ചൈനയും കൂടെ കൂട്ടുപിടിച്ചുകൊണ്ട് സൗത്ത് കൊറിയയിലേക്ക് അങ്ങ് ആക്രമിച്ച് കയറി. അപ്പം സ്വയം പുള്ളി സുപ്രീം ലീഡർ എന്നൊക്കെ വിളിക്കുമെങ്കിലും ഈ സൗത്ത് കൊറിയ എന്നുള്ള പ്രദേശം ഭരിക്കാൻ അവിടെ ഗവൺമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അവിടെ ഭരണം നടത്തുന്നത് അമേരിക്ക നേരിട്ടാണ്. അപ്പം ചൈനയുടെ കൂട്ടുപിടിച്ച് സോവിയറ്റ് യൂണിയൻ്റെ പിന്തുണയോടുകൂടി ഈ കിം ഇൽ സാങ് അങ്ങോട്ട് ആക്രമിച്ച് കയറിയെന്നൊന്നും പറഞ്ഞ കാര്യമില്ല. അമേരിക്കക്കാർ നല്ല അടി കൊടുത്തു. അങ്ങനെയാണ് ഈ കൊറിയൻ യുദ്ധം ഉണ്ടാകുന്നത്. അങ്ങനെ ഏതായാലും ഈ യുദ്ധത്തിൻ്റെ അവസാനം ഈ കൊറിയകൾക്കിടയിലുള്ള ആ ബൗണ്ടറിയിൽ ഈ പറഞ്ഞ 38 പാരലിൽ ചില വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ അതിർത്തി പിന്നീട് അറിയപ്പെടുന്നത് ഡീമിലിറ്ററൈസ്ഡ് സോൺ എന്നാണ്. DMZ അല്ലെ DMC എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. നേരത്തെ നേർരേഖ പോലെ ഉണ്ടാകുന്ന ലൈനിൽ വ്യത്യാസമൊക്കെ വന്നു. തന്നെയുമല്ല ഈ ഡീമിലിറ്ററൈസ് സോൺ എന്ന് പറയുന്നത് ഈ രണ്ട് രാജ്യങ്ങൾക്ക് ഇടയിൽ നമ്മൾ ഈ നോമാൻസ് ലാൻഡ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഏതാണ്ട് ഒരു 5 കിലോമീറ്റർ വീതിയിൽ ഈ രണ്ട് രാജ്യങ്ങൾക്ക് ഇടയിൽ ഒരു സോൺ ക്രിയേറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. തന്നെയുമല്ല ഈ ഡീമിലിറ്ററി സോണിലെ പല ഏരിയകളിലും ചെറിയ ഏരിയകളിൽ സൗത്ത് കൊറിയയും നോർത്ത് കൊറിയയും സംയുക്തമായിട്ടാണ് ഗാർഡ് ചെയ്തിരുന്നത്. ഇത്ര ഏരിയകൾ ജോയിൻറ്റ് സെക്യൂരിറ്റി ഏരിയാസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്തരം ജോയിൻറ്റ് സെക്യൂരിറ്റി ഏരിയകൾ ഈ ഡീമിലിറ്ററി സോണിൻ്റെ പല ഭാഗങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ ഈ ഡീമിലിറ്ററി സോണിൻ്റെ ഏതാണ്ട് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഉണ്ടായിരുന്നത്. അവിടെ ഈ നോർത്ത് കൊറിയയിൽ നിന്ന് സൗത്ത് കൊറിയയിലേക്ക് കടക്കാൻ വേണ്ടി ഒരു പാലമുണ്ടായിരുന്നു. ഈ പാലം ദ ബ്രിഡ്ജ് ഓഫ് നോ റിട്ടേൺ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഈ പാലം കടന്ന ഒരാൾ സൗത്ത് കൊറിയയിൽ നിന്ന് നോർത്ത് കൊറിയയിലേക്ക് കടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നോർത്ത് കൊറിയയിൽ നിന്ന് സൗത്ത് കൊറിയയിലേക്ക് കടക്കുകയാണെങ്കിൽ അയാൾക്ക് പിന്നീട് തിരിച്ചുപോക്കില്ല. പൊതുവെ ഈ പാലം ഈ രണ്ട് കൊറിയകൾ ഉപയോഗിച്ചിരുന്നത് ഈ യുദ്ധ തടവുകാരായി പിടിച്ച വാർ പ്രിസണേഴ്സിനെ എക്സ്ചേഞ്ച് ചെയ്യാനും മറ്റുമായിരുന്നു. അപ്പോൾ ഈ രണ്ട് കൊറിയകൾ നോർത്ത് കൊറിയയും സൗത്ത് കൊറിയയും സംയുക്തമായിട്ടാണ് ഈ ഏരിയ ഗാർഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാലും അതിന് ചില പ്രോട്ടോകോൾസ് ഉണ്ട്. അതായത് ഈ ജോയിൻറ്റ് സെക്യൂരിറ്റി ഏരിയ ഗാർഡ് ചെയ്യുന്നത് രണ്ട് രാജ്യങ്ങളിലെ 35 സൈനികർ വീതം ചേർന്നാണ്. അതായത് ഇങ്ങനെ ഇമാജിൻ ചെയ്യുക, രണ്ട് വശത്തും വേലിയുണ്ട്, നടുക്കൊരു നദി ഒഴുകുന്നു, അതിന് മേളിൽ കൂടി ഒരു പാലമുണ്ട്. ഇതെല്ലാം കൂടി ഒരു 5 കിലോമീറ്റർ സ്ട്രെച്ച് ചെയ്ത് കിടക്കുന്ന ഏരിയയാണ് ഈ പറഞ്ഞ ജോയിൻറ്റ് സെക്യൂരിറ്റി ഏരിയ. ഇതിൻ്റെ ഒരു വശത്ത് നോർത്ത് കൊറിയൻ ആർമിയുടെ ആൾക്കാർ വന്ന് നിൽക്കുന്നു, മറുവശത്ത് സൗത്ത് കൊറിയയുടെ സൈനികർ വന്ന് നിൽക്കുന്നു. അപ്പം സൈനികർ എന്ന് പറഞ്ഞാൽ രണ്ട് വശത്തും 35 സൈനികർ വീതമാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ സൈനികർക്ക് ഒരു തരത്തിലുള്ള ആയുധങ്ങളുമായിട്ട് ഈ ഏരിയയിലേക്ക് കടക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. രണ്ട് വശത്തും വരുന്ന സൈനികർ നിരായുധരായിട്ടാണ് വരുന്നത്. ചില റെക്കോർഡുകൾ പറയുന്നത് അവർ പിസ്റ്റളുകൾ പോലുള്ള ചെറിയ ആയുധങ്ങൾ ക്യാരി ചെയ്യുന്നു പറയുന്നുണ്ട്. അതല്ലാതെ വേറെ ചില റെക്കോർഡ് ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ഈ 35 സൈനികരിൽ 5 സൈനികർക്ക് ആയുധം ക്യാരി ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. ഏതായാലും ഫലത്തിൽ നിരായുധരായിട്ടുള്ള 35 സൈനികരാണ് ഇരുവശത്തും നിന്ന് ഈ ജോയിൻറ്റ് സെക്യൂരിറ്റി ഏരിയ ഗാർഡ് ചെയ്തെന്ന് നമുക്കങ്ങ് അനുമാനിക്കാം. അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ കാലം കുറേ കടന്നുപോയി. ഏതാണ്ട് 1975 കഴിഞ്ഞ് 1976 കാലഘട്ടത്തിൽ ഒരു ചെറിയ സംഭവം ഉണ്ടാകുകയാണ്. അതായത് ഈ ജോയിൻറ്റ് സെക്യൂരിറ്റി ഏരിയയിൽ ടെക്നിക്കലി നോർത്ത് കൊറിയയിൽ നിന്ന് സൗത്ത് കൊറിയയിലേക്കോ സൗത്ത് കൊറിയയിൽ നിന്ന് നോർത്ത് കൊറിയയിലേക്കുള്ള ഏക ആക്സസ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത് ഈ ബ്രിഡ്ജ് ഓഫ് നോ റിട്ടേൺ ആണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് രാജ്യങ്ങളും ഈ ബ്രിഡ്ജിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധാപൂർവമായിരുന്നു സെക്യൂരിറ്റി ഒരുക്കിയിരുന്നത്. അങ്ങനെ ഈ സൗത്ത് കൊറിയൻ സൈഡിൽ ഒരു പോപ്പുലർ മരം ഉണ്ടായിരുന്നു. ഈ പോപ്പുലർ മരം അങ്ങനെ വല്ലാതെ അങ്ങ് വളർന്നു കയറി കാട് പിടിച്ച് ഈ ബ്രിഡ്ജ് കാണാൻ പറ്റാത്ത രീതിയിൽ ഈ സംഭവം അങ്ങ് വളർന്നു. അതായത് സൗത്ത് കൊറിയൻ മിലിറ്ററി പോസ്റ്റുകളിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കിന് ഈ മരം നിൽക്കുന്ന കാരണം പല പോസ്റ്റുകളിൽ നിന്നും ഈ ബ്രിഡ്ജ് പൂർണ്ണമായും കാണാൻ സാധിക്കത്തില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മരത്തിൻ്റെ മറ പിടിച്ച് വേണമെങ്കിൽ നോർത്ത് കൊറിയയിൽ നിന്ന് ഒരു നുഴഞ്ഞുകയറ്റങ്ങളൊക്കെ നടത്താൻ സാധിക്കുമെന്ന് തോന്നിയുകൊണ്ട്
സൗത്ത് കൊറിയൻസ് ഈ മരം അങ്ങ് വെട്ടാൻ തീരുമാനിച്ചു. അതായത് സംഭവം ഈ മരം നിൽക്കുന്ന പാലത്തിൻ്റെ തെക്കേ കരയിലാണ്, അതായത് സൗത്ത് കൊറിയൻ സൈഡിലാണ്, സൗത്ത് കൊറിയയുടെ മണ്ണിൽ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ സൗത്ത് കൊറിയൻ സൈനികർ ഈ മരം വെട്ടാൻ വേണ്ടി നോർത്ത് കൊറിയയുടെ അനുവാദം മേടിക്കാനൊന്നും പോയില്ല. അങ്ങനെ 1976 ഓഗസ്റ്റ് 18 സൗത്ത് കൊറിയയിൽ നിന്ന് ഒരു ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UN സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള ക്യാപ്റ്റൻ ആർതർ ബോണഫേഴ്സിൻ്റെ നേതൃത്വത്തിൽ ഒരു ടീമാണ് പോകുന്നത്. ക്യാപ്റ്റൻ ആർതർ ബോണഫേഴ്സ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ ഈ ജോയിൻറ്റ് സെക്യൂരിറ്റി ഏരിയയുടെ സൗത്ത് കൊറിയൻ പ്ലാറ്റൂവിനെ കമാൻഡ് ചെയ്തിരുന്ന ഫസ്റ്റ് ലെഫ്റ്റനൻറ്റ്, അദ്ദേഹവും ഒരു UN സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥനാണ്. അതായത് ഫസ്റ്റ് ലെഫ്റ്റനൻറ്റ് മാർക്ക് ബാരറ്റ്. അതായത് ക്യാപ്റ്റൻ ബോണഫേഴ്സും അതുപോലെ ഈ ഫസ്റ്റ് ലെഫ്റ്റനൻറ്റ് മാർക്ക് ബാരറ്റും അമേരിക്കക്കാരാണ്. അവർക്കൊപ്പം ക്യാപ്റ്റൻ കിം എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ഉദ്യോഗസ്ഥനുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ 5 കൊറിയൻ സൈനികർ, ബാക്കി UN സെക്യൂരിറ്റിയിൽ നിന്ന് വരുന്ന സൈനികർ, അങ്ങനെ മൊത്തം 11 പേരുടെ ഒരു സംഘം ഈ ദിവസം ഒരു മിലിറ്ററി ട്രക്കിൽ ഈ മരം വെട്ടാൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇവരുടെ ആയുധങ്ങൾ എന്ന് പറയാൻ ഈ മരം വെട്ടാൻ ആവശ്യമായ കോടാലിയും മറ്റ് സാധന സാമഗ്രികളും മാത്രമേ ഉള്ളൂ. അസോൾട്ട് റൈഫിളുകളോ അതുപോലുള്ള കാര്യങ്ങൾ പോയിട്ടൊരു കൈത്തോക്ക് പോലും ആയുധം എന്ന രീതിയിൽ അവരുടെ കയ്യിലുണ്ടായിരുന്നില്ല. ഇവർ ഈ ട്രക്കിൽ ഈ മരത്തിൻ്റെ ചുവട്ടിൽ ചെല്ലുന്നു. വളരെ സമാധാനപൂർവ്വം ഈ മരത്തിൻ്റെ ചില്ലകൾ അങ്ങോട്ട് വെട്ടാൻ ആരംഭിച്ചതും നോർത്ത് കൊറിയൻ സൈഡിൽ നിന്ന് 20ലധികം സൈനികർ വടിയും കമ്പിപ്പാരയും ഒക്കെ ആയിട്ട് ഇവരുടെ അടുത്തേക്ക് ഓടിപ്പാഞ്ഞു വന്നു. അപ്പോൾ സീനിയർ ലെഫ്റ്റനൻറ്റ് പാക് ചൗവിൻ്റെ നേതൃത്വത്തിലുള്ളൊരു സംഘമാണ് ഈ നോർത്ത് കൊറിയൻ സൈഡിൽ നിന്ന് ഓടി വന്നത്. അപ്പോൾ ഈ പാക് ചൗവിനെ നമ്മുടെ സൗത്ത് കൊറിയൻസൊക്കെ വിളിക്കുന്നത് ലെഫ്റ്റനൻറ്റ് ബുൾഡോ എന്നാണ്. അതായത് ഈ പുള്ളിക്കാരൻ ഭയങ്കര ഉപദ്രവകാരിയായ, വളരെ മൃഗീയനും ക്രൂരനുമായ ഒരു സൈനിക ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ കുപ്രസിദ്ധനായ ഒരു മനുഷ്യനാണ്. പാക് ചൗ വന്ന് നമ്മുടെ ക്യാപ്റ്റൻ ആർതർ ബോണഫേഴ്സിനോട് പറഞ്ഞു, ഈ പരിപാടി ഇവിടെ നടക്കത്തില്ല, ഈ മരം വെട്ടുന്ന കാര്യം നിങ്ങളങ്ങ് മറന്നേക്കാൻ പറഞ്ഞു. അപ്പം ക്യാപ്റ്റൻ എന്തുകൊണ്ടാണ് അവർ ഈ മരം വെട്ടുന്നുള്ള കാര്യം പാക് ചൗവിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. തന്നെയുമല്ല, ഞങ്ങൾ നിങ്ങളോട് മുൻകൂട്ടി അനുവാദം വാങ്ങാതിരുന്നത് ഇത് സൗത്ത് കൊറിയൻ സൈഡിൽ നിന്നുകൊണ്ടാണ്. അപ്പം ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ആയുധങ്ങളൊന്നുമായിട്ടല്ല, ഞങ്ങൾ ഈ മരം വെട്ടുന്നു, അല്ലെങ്കിൽ ഈ മരത്തിൻ്റെ ചില്ലകൾ ഞങ്ങൾക്ക് വിസിബിലിറ്റി കിട്ടുന്ന രീതിയിൽ ഞങ്ങൾ മുറിച്ച് മാറ്റിയിട്ട് ഞങ്ങൾ സമാധാനപൂർവ്വം തിരിച്ചു പൊക്കളാം എന്നൊക്കെ രീതിയിൽ നമ്മുടെ ക്യാപ്റ്റൻ ബോണഫേഴ്സ് പാക് ചൗവിനോട് പറഞ്ഞു നോക്കി. അപ്പോൾ ലെഫ്റ്റനൻറ്റ് പാക് ചൗ പറഞ്ഞു ഈ മരം വെട്ടാൻ ഒരു തരത്തിലും സമ്മതിക്കത്തില്ല. അപ്പം പുള്ളിക്ക് മുൻകൂട്ടി അനുവാദം വാങ്ങിക്കാമെന്നുള്ളൊന്നും പ്രശ്നമൊന്നുമില്ല. പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മരം, ഈ പർട്ടിക്കുലർ പോപ്പുലർ മരം നട്ടുപിടിപ്പിച്ചത് കിം ഇൽ സാങ് എന്നുള്ള അവരുടെ സുപ്രീം ലീഡറാണ്. അദ്ദേഹം സ്വന്തം കൈകൊണ്ട് നട്ടുപിടിപ്പിച്ച പോപ്പുലർ മരമാണിത്. ഏതായാലും നമ്മുടെ ഈ പാക് ചൗ, നമ്മുടെ ഈ ലെഫ്റ്റനൻറ്റ് ബുൾഡോഗ് പാക് ചൗ പറഞ്ഞു ഈ മരം വെട്ടുന്ന കാര്യം നിങ്ങൾ മറന്നേക്ക്, വന്ന പോലെ വണ്ടി കയറി തിരിച്ചു പോക്കളാൻ പറഞ്ഞു. അപ്പം ബോണഫേസിന് ഇയാൾ മുട്ടാപ്പോക്ക് പറയുന്നതെന്ന് തോന്നിയുകൊണ്ട് പുള്ളി ഇതൊന്നും കാര്യമാക്കി എടുത്തില്ല. പുള്ളിയുടെ സൈനികരോട് പറഞ്ഞു, നിങ്ങൾ ആ മരം ചൂടോടെ വെട്ടിക്കോ, ബാക്കി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞു. ഇത് പാക് ചൗവിനെ കോപാകുലനാക്കി. അയാൾ തൻ്റെ സൈനികരെ നോക്കി അടിച്ചു കൊല്ലടാ ഈ ഡാഷ് മക്കളെ എന്ന രീതിയിൽ ആക്രോശിച്ചു. വടിയും കമ്പിപ്പാരയുമായി തയ്യാറായി നിന്ന ഈ നോർത്ത് കൊറിയൻ സൈനികർ ക്യാപ്റ്റൻ ആർതർ ബോണഫേസിനെ ഉൾപ്പെടെ എല്ലാവരെയും മൃഗീയമായി ഉപദ്രവിച്ചു. അതിൽ ഏറ്റവും ഭീകരമായിട്ട് ഉപദ്രവിക്കപ്പെട്ടത് ലെഫ്റ്റനൻറ്റ് മാർക്ക് ബാരറ്റ് എന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥനാണ്. അതായത് ഈ മാർക്ക് ബാരറ്റ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ അടി അങ്ങോട്ട് തുടങ്ങി വളരെ രൂക്ഷമായപ്പോഴത്തേന് പുള്ളി ഗത്യന്തരമില്ലാതെ അവിടെ ഉണ്ടായിരുന്ന കുഴിയിലേക്ക് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. അപ്പോൾ അങ്ങനെ കുഴിയിലേക്ക് ചാടി ഒളിച്ചിരുന്ന മാർക്ക് ബാരറ്റിനെ ബുൾഡോഗ് സംഘവും കണ്ടുപിടിച്ചു. അവർ ഈ കുഴി അങ്ങ് വളഞ്ഞു. തുടർന്ന് ഒരു കോടാലിയുമായി ഓരോ സൈനികരായിട്ട് ഈ കുഴിയിലേക്ക് ചാടുകയും മാർക്ക് ബാരറ്റിനെ വെട്ടി ഇഞ്ചിഞ്ചായി കൊല്ലുകയും ചെയ്തു. അതായത് ഒറ്റ വെട്ടിന് കൊല്ലുകയല്ല, ഒരുത്തൻ കുഴിയിലോട്ട് ചാടുന്നു, 3-4 വെട്ടിയിട്ട് തിരിച്ചു കയറുന്നു, അടുത്തവൻ ചാടുന്നു, പിന്നെയും വെട്ടുന്നു. അങ്ങനെ ഒരുപാട് സമയമെടുത്ത് ഈ ലെഫ്റ്റനൻറ്റ് മാർക്ക് ബാരറ്റിൻ്റെ ശരീരഭാഗങ്ങൾ ഓരോന്നായി ഛേദിച്ച് അവരയാളെ കൊന്നു. ഏതായാലും ഈ മരം വെട്ടാൻ വന്ന ക്യാപ്റ്റൻ ആർതർ ബോണഫേഴ്സ് ഉൾപ്പെടെ 11 സൈനികരും അവിടെ കൊല്ലപ്പെട്ടു. അപ്പോൾ ഈ സംഭവം നടക്കുന്നത് ടെക്നിക്കലി സൗത്ത് കൊറിയയുടെ സൈഡിലാണ്. അവരുടെ സൈനിക പോസ്റ്റുകളിൽ ആയുധമേന്തിയ അമേരിക്കൻ സൈനികരും UN സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാരും കൊറിയൻ സൈനികരും എല്ലാം നിൽപ്പുണ്ട്. പക്ഷേ അവർക്ക് ഈ പറഞ്ഞ ഡീമിലിറ്ററി സോണിലേക്ക് ആയുധമായിട്ട് കടന്നു ചെന്ന് ഒരു ആക്രമണം നടത്താനോ അല്ലെങ്കിൽ അവിടേക്ക് ആയുധം പ്രയോഗിക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. ഏതായാലും ഈ സംഭവം കഴിഞ്ഞ് അധികം താമസിക്കുക, അതായത് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞ്, ഏതാണ്ട് 1 മണിക്കൂറിനകം തന്നെ നോർത്ത് കൊറിയ ഒരു പ്രസ് കോൺഫറൻസിനകത്ത് ലോകത്തോട് പറഞ്ഞു സൗത്ത് കൊറിയൻ സൈഡിൽ നിന്ന് അവർക്ക് നേരെ ആക്രമണം ഉണ്ടായി. അതായത് സൗത്ത് കൊറിയൻ സൈഡിൽ നിന്ന് കുറേ സൈനികർ ഈ ഡീമിലിറ്ററി സോൺ കടന്ന് കോടാലിയും മറ്റ് മാരകായുധങ്ങളുമായിട്ട് നോർത്ത് കൊറിയൻ സൈഡിലേക്ക് അതിക്രമിച്ച് കയറുന്നു. തുടർന്ന് നടന്ന ഭീകരമായ പോരാട്ടത്തിൽ ധീരരായ നോർത്ത് കൊറിയൻ സൈനികർ ഈ ആക്രമണങ്ങളെല്ലാം ഒന്നില്ലാതെ വകവരുത്തിയെന്നും അങ്ങനെ ക്രമസമാധാനം പരിപാലിച്ച് കാര്യങ്ങൾ പൂർവ്വസ്ഥിതിയിലാക്കിയെന്നും നോർത്ത് കൊറിയ ലോകത്തെ അറിയിച്ചു. അപ്പോൾ കേട്ട് നിന്നവർക്കെല്ലാം കാര്യം മനസ്സിലായി. പക്ഷേ അമേരിക്കയ്ക്ക് അതൊരു വലിയ നാണക്കേടായി മാറി. ഏതായാലും കിട്ടിയ പണിക്ക് ഒരു മറുപടി കൊടുക്കണം എന്ന ഉദ്ദേശത്തോടുകൂടി അമേരിക്കൻ പ്രസിഡന്റ് ജെറാൾഡ് ഫോർഡ് ഒരു ഉന്നതതല യോഗം തന്നെ വിളിച്ചു കൂട്ടി. അതായത് കാര്യങ്ങൾ ഏതാണ്ട് കൈവിട്ടു പോയിരിക്കുകയാണ്. അമേരിക്ക ഒരു സൈനിക നീക്കം നോർത്ത് കൊറിയയ്ക്ക് നേരെ നടത്തി കഴിഞ്ഞാൽ അത് ഒരു 3-ാം ലോകമഹായുദ്ധത്തിന് വേണമെങ്കിൽ കാരണമായി തീർന്നേക്കാം. കാരണം നോർത്ത് കൊറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടെക്നിക്കലി സോവിയറ്റ് യൂണിയൻ തന്നെയാണ്. പോരാത്തതിന് നോർത്ത് കൊറിയയ്ക്ക് എല്ലാ തരത്തിലുള്ള സപ്പോർട്ടുമായി ചൈനയും കൂടെയുണ്ട്.
അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തരത്തിലൊരു സൈനിക നീക്കം ഉണ്ടായി കഴിഞ്ഞാൽ അതൊരു മൂന്നാം ലോകമായത് അല്ലെങ്കിൽ അതൊരു ന്യൂക്ലിയർ വാറിലേ ചെന്ന് അവസാനിക്കത്തുള്ളൂ. പക്ഷേ കിട്ടിയ അടിയും മേടിച്ചുകൊണ്ട് വീട്ടിൽ പോയിരിക്കാൻ ഈ അമേരിക്കയ്ക്ക് സാധിക്കത്തില്ല. കാരണം അവർ അമേരിക്കയാണ്, ലോകത്തിലെ സുപ്രീം മിലിറ്ററി പവറാണ്. സുപ്രീം മിലിറ്ററി പവർ എന്നല്ല, ലോക പോലീസാണ്. ലോകത്ത് നടക്കുന്ന സകല കാര്യങ്ങളിലും കയറി ഇടപെട്ട് അവിടെ സമാധാനം സൃഷ്ടിക്കാൻ നടക്കുന്ന, ലോകത്തിൽ എന്തും നടപ്പിലാക്കാൻ അവകാശമുണ്ടെന്ന് സ്വയം വിശ്വസിക്കുന്ന അല്ലെ സ്വയം വിശേഷിപ്പിച്ച് നടക്കുന്ന ലോക പോലീസാണ് അമേരിക്ക. ഈ ഒരു ചെറിയ കാര്യത്തിന് കിട്ടി ഈ അടിയും മേടിച്ചുകൊണ്ട് അമേരിക്ക വീട്ടിൽ പോയിരിക്കുകയാണെങ്കിൽ പിന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇതിന് സമാനമായ ഇതിലും മൃഗീയമായ രീതിയിലുള്ള അടികൾ കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഏതായാലും പ്രസിഡന്റ് ജെറാൾഡ് ഫോർഡ് വിളിച്ചുകൂട്ടിയ ഈ യോഗത്തിൽ പല അഭിപ്രായങ്ങളും ഉയർന്നു. അപ്പോൾ അവർ പറഞ്ഞ പ്രധാനമായ കാര്യം എന്ന് വെച്ചാൽ ഈ മരം, ഈ പോപ്പുലർ മരമാണ് അവരുടെ പ്രധാന പ്രശ്നം, ഈ സംഘർഷങ്ങൾക്കെല്ലാം കാരണമായിട്ടുള്ള പ്രശ്നം. അപ്പോൾ ഈ പോപ്പുലർ മരം അവിടെ നിന്ന് അങ്ങ് ഒഴിവാക്കി കഴിഞ്ഞാൽ സംഭവം മാറില്ല. അതൊരു മിസൈൽ വിട്ടോ ഒരു ആർട്ടറി ഗൺ ഉപയോഗിച്ച് ഫയർ ചെയ്തോ അല്ലെങ്കിൽ ഈ ക്യാപ്റ്റൻ ബോണഫേസ് ചെയ്ത പോലെ തന്നെ ഒരു ട്രക്കിൽ സൈനികർ അങ്ങോട്ട് ചെല്ലുന്നു, ഈ മരം വെട്ടുന്നു. അപ്പം ബോണഫേസ് പോയതുപോലെ പോകണ്ട, ഒപ്പം അകമ്പടിയായിട്ട് ആയുധധാരികളായ സൈനികരും കൂടെ ചേരട്ടെ എന്ന രീതിയിലൊക്കെയുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വന്നു. അപ്പം പ്രസിഡന്റ് ജെറാൾഡ് ഫോർഡ് പറഞ്ഞു, നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ അജണ്ട എന്ന് പറഞ്ഞാൽ ഈ മരം വെട്ടുക എന്നുള്ളത് മാത്രമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു കൈവിട്ട കളിക്ക് നമ്മൾ പോകുന്നില്ല. ഈ മരം വെട്ടി മാറ്റുന്നതോടെ നമ്മുടെ പ്രശ്നം അവിടെ അവസാനിക്കും. പക്ഷേ ഈ മരം വെട്ടുന്ന മാറ്റുന്ന രീതി അല്ല, ഈ മരം വെട്ടി മാറ്റുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ അത് നോർത്ത് കൊറിയക്കുള്ളൊരു വലിയ താക്കീതായിരിക്കണം. അതായത് സൗത്ത് കൊറിയയ്ക്ക് നേരെ നോർത്ത് കൊറിയ ഒരു ചെറുവിരൽ അനക്കുന്നതിന് മുമ്പ് അവർ 100 തവണ ആലോചിക്കണം. തന്നെയുമല്ല അമേരിക്കയ്ക്ക് നേരെ ഒരു ചെറുവിരൽ അനക്കിയാൽ എന്ത് സംഭവിക്കുന്നുള്ള കാര്യം ഈ ലോകവും മനസ്സിലാക്കണം. അത്തരത്തിലൊരു ഓപ്പറേഷനിലൂടെ ആയിരിക്കണം ഈ മരം വെട്ടി മാറ്റുന്നത്. ഓർക്കണം, പറമ്പിൻ്റെ അതിൽ നിൽക്കുന്ന ഒരു മൂവാണ്ടമാവിൻ്റെ വലുപ്പമുള്ളൊരു മരം വെട്ടാൻ വേണ്ടിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ജെറാൾഡ് ഫോർഡ് ഈ ഒരു ഉന്നതതല യോഗം വിളിച്ചതും കണ്ട അഭിപ്രായങ്ങൾ മുഴുവൻ പറഞ്ഞത്. ഏതായാലും അമേരിക്കൻ മിലിറ്ററിയുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ ഈ മരം വെട്ടാൻ വേണ്ടി, ഈ ചെറിയ പോപ്പുലർ മരം വെട്ടാൻ വേണ്ടി ഒരു വലിയ ഓപ്പറേഷൻ തന്നെ പ്ലാൻ ചെയ്തു. അതറിയപ്പെടുന്നത് ഓപ്പറേഷൻ പോൾ ബനിയാൻ. ഓപ്പറേഷൻ പോൾ ബാർബർ അല്ല, പോൾ ബനിയാൻ. അപ്പോൾ ഈ പോൾ ബനിയാൻ എന്ന് പറഞ്ഞാൽ ഈ അമേരിക്കൻ ഫോക്ലോറിലെ, കാനഡയുടെ അമേരിക്കയുടെ ഒക്കെ ഫോക്ലോറിലുള്ള ഒരു മിത്തിക്കൽ ക്യാരക്ടറാണ്. അതായത് നമ്മുടെ ഈ കുട്ടിച്ചാത്തൻ ആനമറുത എന്നൊക്കെ പറയുന്ന പോലെ അമേരിക്കയിലുള്ള ഒരു മിത്തിക്കൽ ക്യാരക്ടറാണ്. ഇങ്ങനെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ മരങ്ങളൊക്കെ ചുമ്മാ ചൂടോടെ പിഴുതെറിയുക എന്നുള്ളതാണ്. അതായത് ഈ ഇൻസിഡൻറ്റ് കഴിഞ്ഞാൽ, അതായത് ബോണഫേസും കൂട്ടും മരം വെട്ടാൻ പോയ ഇൻസിഡൻറ്റ്, അത് കൊറിയൻ ആക്സ് ഇൻസിഡൻ്റ് എന്നും കൊറിയൻ ആക്സ് മർഡർ എന്നും ഒക്കെയാണ് ഈ പറഞ്ഞ സംഭവത്തെ പൊതുവെ ചരിത്രത്തിൽ വിശേഷിപ്പിക്കുന്നത്. ഈ സംഭവം കഴിഞ്ഞ് 3-ാം ദിവസം, അതായത് 1976 ആഗസ്റ്റ് 18-നാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞ് 3-ാം ദിവസം 1976 ഓഗസ്റ്റ് 21-ാം തീയതി പുതിയൊരു സംഘം ഈ മരം വെട്ടാൻ ചെല്ലുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം പോയത് ഒരു മിലിറ്ററി ട്രക്കിലാണെങ്കിൽ ഇത്തവണ പോകുന്നത് 23 മിലിറ്ററി ട്രക്കുകളാണ്. അങ്ങനെ അതിലെ ആദ്യ മിലിറ്ററി ട്രക്ക് ഈ മരത്തിൻ്റെ കീഴെ ചെന്ന് നിർത്തുന്നു. അതിൽ നിന്നും 16 US മിലിറ്ററി എഞ്ചിനീയേഴ്സ് ഇറങ്ങുന്നു. ഇത്തവണ കോടാലിയായിട്ടല്ല വന്നത്, ചെയിൻ സോയുമായിട്ടാണ് വന്നത്. അവരെ കടന്ന് മുന്നോട്ട് പോയ ട്രക്കിൽ നിന്നും JSA ടീമിൻ്റെ ഭാഗമായിട്ടുള്ള സൗത്ത് കൊറിയയുടെ 30ഓളം സൈനികർ പുറത്തിറങ്ങുന്നു. അവരുടെയിലും യാതൊരു തരത്തിലുള്ള ആയുധങ്ങളും ഉണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ തവണ നടത്തിയ ഓപ്പറേഷൻ്റെ ഒരു പ്രതീകാത്മക സൂചന എന്ന രീതിയിൽ ഇവരെല്ലാം കയ്യിൽ ഓരോ കോടാലി വീതം പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇവർ നേരെ നടന്ന് ഈ ബ്രിഡ്ജ് ഓഫ് നോ റിട്ടേൺ എന്ന് പറയുന്ന ആ പാലത്തിൻ്റെ മുകളിലേക്ക് കയറി സൗത്ത് കൊറിയൻ സൈഡിലായിട്ട് നിലയുറപ്പിച്ചു. ഇതേപോലെ തന്നെ 30 സൈനികർ കോടാലിയുമായിട്ട് ഈ മരത്തിൻ്റെ പുറകിലായിട്ടും നിൽപ്പുണ്ടായിരുന്നു. ഇതുകൂടാതെ 64ഓളം കൊറിയൻ ആർമി കമാൻഡോസും ഈ കൂട്ടത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ നിരായുധരായിട്ടൊന്നുമല്ല വന്നിരിക്കുന്ന M16 അസോൾട്ട് റൈഫിളുകളും M79 ഗ്രനേഡ് ലോഞ്ചറുകളും ഒക്കെ ആയിട്ടാണ് ഈ പറഞ്ഞ സൗത്ത് കൊറിയൻ കമാൻഡോസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സൗത്ത് കൊറിയൻ കമാൻഡോസ് എന്ന് പറഞ്ഞാൽ ഇവർ ഈ US നേവി സീലിൻ്റെ കൂടെയൊക്കെ ട്രെയിനിങ് എടുത്തുള്ള ഹൈലി ട്രെയിൻഡ് ആയിട്ടുള്ള സൈനികരാണ്. ഇത്രയൊക്കെ കോലാഹലം ഈ സൗത്ത് കൊറിയൻ സൈഡിൽ ഈ മരം വെട്ടാൻ വേണ്ടി നടന്നപ്പം നോർത്ത് കൊറിയക്കാർ അവിടെ വെറുതെ കൈകെട്ടി നോക്കിയിരുന്നില്ല. നോർത്ത് കൊറിയൻ സൈഡിൽ നിന്ന് 150ലധികം ആയുധധാരികളായ സൈനികരടങ്ങുന്ന ട്രൂപ്പ് ഈ ബ്രിഡ്ജ് ഓഫ് നോ റിട്ടേണിലേക്ക് മാർച്ച് ചെയ്ത് മുന്നേറാൻ തുടങ്ങി. അപ്പോഴേക്കും അവിടെ അപ്രതീക്ഷിതമായ ഒരു ശബ്ദം മുഴങ്ങി കേൾക്കാൻ തുടങ്ങി. മാർച്ച് ചെയ്ത് മുന്നേറിക്കൊണ്ടിരുന്ന നോർത്ത് കൊറിയൻ സൈനികരെ ആകാശത്തേക്ക് നോക്കി. അവിടെ അവർ കണ്ടത് ഭീകരമായ ഒരു ദൃശ്യമായിരുന്നു. വശങ്ങളിൽ വൾക്കൻ കാനനുകളും ഉറപ്പിച്ച് 20 ഹൂയി ഹെലികോപ്റ്ററുകൾ ആകാശത്ത് വട്ടമിട്ട് പറന്നു. ഈ ഹൂയി ഹെലികോപ്റ്ററുകൾ ഒറ്റയ്ക്കായിരുന്നില്ല, അവയ്ക്കൊപ്പം 7ഓളം H-1 കോബ്ര അറ്റാക്ക് ഹെലികോപ്റ്ററുകൾ ഉണ്ടായിരുന്നു. ഹെലികോപ്റ്ററുകളുടെ റോട്ടർ ബിൽഡറുടെ ശബ്ദത്താലും ചെയിൻസോയുടെ മുരളുടെ ശബ്ദത്താലും മുഖരിതമായ ആ പ്രദേശത്ത് അവയെല്ലാം നിഷ്പ്രഭമാക്കുന്ന ഒരു ശബ്ദം മുഴങ്ങി കേൾക്കാൻ തുടങ്ങി. ആകാശത്ത് ഈ ഹെലികോപ്റ്ററുകൾക്ക് മുകളിൽ അതിലും ഭീകരനായ ഒരു ശബ്ദം പ്രത്യക്ഷപ്പെട്ടു. അത് B-52 സ്ട്രാറ്റോഫോർട്രസ് എന്ന അമേരിക്കൻ ബോംബറായിരുന്നു. 1-2 അല്ല, 20 B-52 ബോംബറുകൾ. B-52 ബോംബർ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ന്യൂക്ലിയർ കേപ്പബിൾ ആയിട്ടുള്ള ന്യൂക്ലിയർ വെപ്പൺസ് ക്യാരി ചെയ്യുന്ന, അല്ലെങ്കിൽ ഏതാണ്ട് 30,000 കിലോഗ്രാം ബോംബ് വഹിക്കാൻ ശേഷിയുള്ള ബോംബർ വിമാനമാണ്. അത്തരത്തിലുള്ള 20 വിമാനങ്ങളാണ് അവിടെ ആകാശത്ത് വന്ന് വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിമാനങ്ങൾ ഡീമിലിറ്ററൈസ്ഡ് സോൺ എന്ന് പറയുന്ന ഈ അതിർത്തി രേഖയും കടന്ന് വടക്കോട്ട് 1 മണിക്കൂർ നേരം പറക്കുകയാണെങ്കിൽ പിന്നെ നോർത്ത് കൊറിയ എന്ന് പറയുന്ന രാജ്യം
ഉണ്ടാകുകയില്ലെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ്. അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ നോർത്ത് കൊറിയൻ സൈഡിൽ നിന്ന് ഒരു വെടിയെങ്കിലും പൊട്ടുകയാണെങ്കിൽ പിന്നീട് അങ്ങോട്ട് എഴുതപ്പെടാൻ പോകുന്ന ലോകചരിത്രം നമ്മൾ ഇന്ന് പഠിക്കുന്ന ലോകചരിത്രം ആയിരിക്കുകയില്ല. കാര്യങ്ങൾ അവിടെ ഒന്നും നിന്നില്ല. ഈ ആകാശത്ത് വട്ടമിട്ട് പറന്നുകൊണ്ടിരുന്ന B-52 വിമാനങ്ങൾക്ക് അകമ്പടിയായി എണ്ണമറ്റ F-4 ഫാൻറ്റം ഫൈറ്റർ വിമാനങ്ങളും മറ്റ് സൗത്ത് കൊറിയൻ ഫൈറ്ററുകളും ഉണ്ടായിരുന്നു. ഇവിടെ കൊണ്ട് കാര്യങ്ങൾ അവസാനിച്ചില്ല. ഈ ഡീമിലിറ്ററൈസ് സോൺ എന്ന് പറയുന്ന അതിർത്തി രേഖ കൊറിയൻ ഉപദ്വീപിന്റെ പടിഞ്ഞാറ് കടലിൽ അവസാനിക്കുന്ന ആ മേഖലയിലേക്ക് USS മിഡ്വേ എന്ന അമേരിക്കൻ വിമാനവാഹിനി കപ്പൽ കടന്നു വന്നു. അപ്പോൾ ഈ USS മിഡ്വേ എന്ന് പറഞ്ഞാൽ 1976 കണക്കൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അന്ന് ലോകത്ത് നിലവിലുണ്ടാകുന്ന ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലാണ്. ഈ കപ്പൽ അടങ്ങുന്ന കപ്പൽ വ്യൂഹമാണ് ഈ പറഞ്ഞ ഡീമിലിറ്ററൈസ് സോണിന്റെ പടിഞ്ഞാറ് വശത്തേക്ക് കടന്നു വരുന്നത്. ഇത്രയൊക്കെ ആയപ്പോൾ ഈ ജോയിന്റ് സെക്യൂരിറ്റി ഏരിയയുടെ തെക്കേ വശത്ത്, അതായത് കൊറിയൻ സൈഡിൽ ആർട്ടിലറി ഗണ്ണുകളും അതുപോലുള്ള ഹെവി ഫയറിംഗ് എക്യുപ്മെന്റ്സുകളും അണിനിരക്കാൻ തുടങ്ങി. തന്നെയുമല്ല ഏതാണ്ട് 30,000-ഓളം സൈനികർ, അതായത് കൊറിയൻ ആർമിയുടെ സൈനികരുണ്ട്, അതുപോലെ US മിലിറ്ററിയുടെ സൈനികരുണ്ട്, ഇതുകൂടാതെ UN സെക്യൂരിറ്റി ഫോഴ്സിന്റെ ഭാഗമായിട്ടുള്ള സൈനികരുണ്ട്. ഇവരെല്ലാം അടങ്ങുന്ന 30,000-ഓളം വരുന്ന സൈനികർ ഈ പറഞ്ഞ ഡീമിലിറ്ററൈസ് സോണിലേക്ക് സൗത്ത് കൊറിയൻ സൈഡിൽ നിന്ന് മുന്നേറാൻ തുടങ്ങി. ഏതായാലും നമ്മൾ ആദ്യം പറഞ്ഞു 150-ഓളം വരുന്ന സൈനികർ നോർത്ത് കൊറിയൻ സൈഡിൽ നിന്നും ഈ ബ്രിഡ്ജ് ഓഫ് നോ റിട്ടേണിലേക്ക് പാഞ്ഞെടുത്തു. അവർ ഈ ഹെലികോപ്റ്ററിന്റെ ശബ്ദം കേട്ട് ആകാശത്തോട് നോക്കി എവിടെയാണോ നിന്നത് അവിടെ ഇങ്ങനെ തരിച്ചു നിന്നതല്ലാതെ ഒരടി പോലും മുന്നോട്ട് വെച്ചില്ല. പിന്നെ അങ്ങോട്ട് 45 മിനിറ്റ് സമയം കൊണ്ട് ഈ പറഞ്ഞ അമേരിക്കൻ മിലിറ്ററി എഞ്ചിനീയർമാർ ഈ പോപ്ലാർ മരം പൂർണ്ണമായും വെട്ടി നിലത്തിട്ടു. പൂർണ്ണമായും വെട്ടി നിലത്തിട്ടെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സംഭവത്തിന്റെ ഒരു സ്മാരകമായിട്ട് 1985 വരെ ഈ മരത്തിന്റെ കുറ്റി അവിടെ ഉണ്ടായിരുന്നു എന്നാണ് വായിക്കാൻ കഴിഞ്ഞത്. തന്നെയുമല്ല ഇവർ ഈ മരം വെട്ടുക മാത്രമല്ല ഇത്, ഇത്രയും നേരത്തിനുള്ളിൽ അവിടെ കൊല്ലപ്പെട്ട ആ 11 സൈനികർക്ക് വേണ്ടി, അതായത് ക്യാപ്റ്റൻ ബോണഫേസും ഫസ്റ്റ് ലഫ്റ്റനന്റ് മാർക്ക് ബാരറ്റും ഉൾപ്പെടെ 11 സൈനികർക്കും വേണ്ടി അവിടെ ഒരു സ്മാരക ശിലയും സ്ഥാപിച്ചു. ഇത്രയും കഴിഞ്ഞതോടുകൂടി ഈ വന്ന 23 മിലിറ്ററി ട്രക്കുകളും വന്നതുപോലെ തന്നെ തിരിച്ച് സൗത്ത് കൊറിയൻ സൈഡിലേക്ക് പോയി. ഹെലികോപ്റ്ററുകളും ബോംബർ വിമാനങ്ങളും പറന്നകന്നു. കാര്യങ്ങൾ ഏതാണ്ട് പൂർവ്വസ്ഥിതിയിലായി. അപ്പോൾ ഈ പറഞ്ഞ 45 മിനിറ്റ് സമയത്തിനിടയിൽ നോർത്ത് കൊറിയൻ സൈഡിൽ നിന്ന് ഏതെങ്കിലും ഒരു സൈനിക അബദ്ധത്തിലെങ്കിലും ഒരു വെടി പൊട്ടിക്കുകയായിരുന്നെങ്കിൽ ഇന്ന് കിം ജോങ്ങിന് ഭരിക്കാൻ നോർത്ത് കൊറിയ ഉണ്ടാകത്തില്ലായിരുന്നു. നോർത്ത് കൊറിയ ഉണ്ടാകത്തില്ലെന്ന് മാത്രമല്ല റഷ്യയിലും ചൈനയിലും അമേരിക്കൻ മെയിൻലാൻഡും ഉൾപ്പെടെ ന്യൂക്ലിയർ ബോംബുകൾ വീഴുമായിരുന്നു. അതായത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 1976 കാലഘട്ടമൊക്കെ ആയപ്പോഴത്തേക്കിന് ഹിരോഷിമയിലും നാഗസാക്കിലും ഒക്കെ ഇട്ടതിൻ്റെ 100ഉം 200ഉം ഇരട്ടി പ്രകടശേഷിയുള്ള തെർമോ ന്യൂക്ലിയർ ബോംബുകൾ ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം ഓൾറെഡി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിരുന്നു. അതായത് അമേരിക്കയുടെ കയ്യിലും സോവിയറ്റ് യൂണിയൻ്റെ കയ്യിലും ചൈനയുടെ കയ്യിലും ഒക്കെ ഈ തരത്തിലുള്ള ഹൈലി ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള തെർമോ ന്യൂക്ലിയർ ബോംബുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു വരുമ്പം ഈ നോർത്ത് കൊറിയ ഭരിച്ചിരുന്ന കിം ഇൽ സാങ്ങിനെ പോലുള്ള ഏകാധിപതികൾ മണ്ടന്മാരായിരുന്നെങ്കിലും അവർക്ക് പിന്തുണ കൊടുത്തിരുന്ന സോവിയറ്റ് യൂണിയനും ചൈനയൊന്നും ആ തരത്തിലായിരുന്നില്ല. അവർക്ക് അവരുടെ ശക്തി എന്താണെന്ന് അറിയാം, അവരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന അവരുടെ ശത്രുവായിട്ടുള്ള അമേരിക്കയുടെ ശക്തി എന്താണെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ അവർ ആ സംഭവത്തെ എസ്കലേറ്റ് ചെയ്ത് ഒരു വലിയ ദുരന്തത്തിലേക്ക് കൊണ്ടുപോയില്ല എന്ന് വേണം അനുമാനിക്കാൻ. അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പായി നമ്മുടെ ഫെർമി ടീഷർട്ട് ഗിവ് അവേ വിജയിയെ പ്രഖ്യാപിക്കേണ്ടതായിട്ടുണ്ട്. ഈ ആഴ്ചത്തെ ഫെർമി ടീഷർട്ട് ഗിവ് അവേ വിജയി അഖിൽ പോളാണ്. അഖിലിന് സയൻറ്റിഫിക് മലയാളിയുടെ ആശംസകൾ. അഖിൽ എത്രയും വേഗം അദ്ദേഹത്തിൻ്റെ ടീഷർട്ട് സൈസും ഷിപ്പിംഗ് അഡ്രസ്സും സയൻറ്റിഫിക് മലയാളി @gmail.com എന്ന ഇമെയിൽ ഐഡിയിലേക്ക് അയച്ചു തരിക. അദ്ദേഹത്തിനുള്ള ടീഷർട്ട് എത്രയും വേഗം അദ്ദേഹത്തിൻ്റെ പക്കലെത്തുന്നതായിരിക്കും. അപ്പോൾ ഈ ഫെർമി ടീഷർട്ട് ഗിവ് അവേ എന്താണെന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയായിരിക്കും. അതായത് എല്ലാ ആഴ്ചയും നമ്മുടെ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഒരു ടീഷർട്ട് സമ്മാനമായി നൽകുന്ന ഒരു ഗിവ് അവേ പ്രോഗ്രാമാണിത്. ഒരു മെഗാ ഗിവ് അവേ പ്രോഗ്രാമാണിത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം ചെയ്താൽ മതി. അതായത് ഫെർമിയുടെ ഇൻസ്റ്റാഗ്രാം പേജ്, അതായത് ഫെർമി വെയർ എന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി, നിങ്ങൾ ഈ ഗിവ് അവേയുടെ ഭാഗമാകും. ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഗിവ് അവേയിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അതോടെ നിങ്ങൾ ഈ ഗിവ് അവേയുടെ ഭാഗമാകും. താല്പര്യമുള്ള എല്ലാവരും ഈ ഗിവ് അവേയിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക. അപ്പം തൽക്കാലം ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിട്ട് വരുന്നു. അപ്പം ഇതിലും ഇൻഫോർമേറ്റീവായ ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.